അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനായിരുന്നു നമസ്കരിക്കുന്നത് എന്നതായിരുന്നു അല്ലേ പഠിച്ചത്. എന്തിനായിരുന്നു നമസ്കരിക്കുന്നത്? യെസ്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്ങിനും താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് അല്ലേ. ഇന്ന് നമ്മൾ നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ. ഇസ്ലാം കാര്യങ്ങളിൽ അള്ളാഹു രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് 5 നേരത്തെ നമസ്കാരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ ഈ നമസ്കാരങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. നിങ്ങളിൽ അധിക ആളുകളും ഇപ്പോൾ ഡെയിലി 5 ടൈംസ് നമസ്കരിക്കാൻ തുടങ്ങിയില്ലേ? എല്ലാവരും തുടങ്ങിയില്ലേ? വെരി ഗുഡ് ഫ്രണ്ട്സ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത് നിങ്ങൾക്കറിയോ? യെസ്, ഒന്നാമതായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ബ്ലെസ്സിങ്ങിനൊക്കെ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്, താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. താങ്ക്സ് പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ് നമ്മുടെ നമസ്കാരം. പിന്നെയോ നമസ്കരിക്കുന്ന ആൾക്ക് അള്ളാഹു സ്വർഗം ഓഫർ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വ്യത്യസ്ത ലെവലുകളുണ്ട്. നല്ലപോലെ നിസ്കരിക്കുന്നവർ സ്വർഗത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിലായിരിക്കും. ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും സ്വർഗത്തിലെ ടോപ്പ് പൊസിഷനിൽ എത്തണം കേട്ടോ. എത്തണ്ടേ? ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും ഫോർഗീവ്നെസ്സിന് ചോദിക്കാനും ഒക്കെ നമുക്ക് നമസ്കാരത്തിലൂടെ സാധിക്കും അല്ലേ. ഇൻഷാ അല്ലാ നമസ്കാരത്തിൻ്റെ മീനിങ് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ നമസ്കാരത്തിലൂടെ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളെ മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയാൽ അള്ളാഹു നമ്മളെയൊക്കെ ചോദ്യം ചെയ്യും. അപ്പോൾ നമ്മെ അള്ളാഹു ആദ്യം ചോദ്യം ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക്? യെസ്, നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചാണ് അള്ളാഹു ആദ്യമായിട്ട് ചോദ്യം ചോദിക്കുക. നമ്മൾ നന്നായിട്ട് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ, നമ്മുടെ നമസ്കാരമൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. സോ ഫ്രണ്ട്സ്, നമുക്ക് പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് റിവാർഡ്സ് കിട്ടാനും അള്ളാഹുവിൻ്റെ പണിഷ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെടാനുമൊക്കെ നമ്മൾ നിസ്കാരം കൃത്യമായിട്ട് കൊണ്ടുപോയാൽ നമുക്കതിനൊക്കെ സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള നമസ്കാരം നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഒഴിവാക്കാൻ പാടുണ്ടോ? ഇല്ല. അത്രക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ നമസ്കാരത്തിന്. മാത്രമല്ല, നോൺ മുസ്ലിംസും മുസ്ലിംസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ നമസ്കാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കൂട്ടുകാരെ, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങളൊന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ. എന്താ കാണുന്നത്? യെസ്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാൾ നിസ്കരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? നോക്കിയേ. ഇനി ഇതും നോക്കൂ, ഒരാൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നത് കാണുന്നില്ലേ? അതാണ് നിസ്കരിക്കുന്നത്. കാലിന് വയ്യാത്ത, കാലിന് സുഖമില്ലാത്ത ഒരാൾ നിസ്കരിക്കുന്നത് നോക്കിയേ. ഇത് നോക്ക് നിങ്ങൾ, ഒരു ഫുട്ബോൾ കളിക്കാരൻ ഗ്രൗണ്ടിൽ വെച്ച് നിസ്കരിക്കുന്നത്. മാഷാ അല്ലാ. ഇതും നോക്കിയേ, ഒരു കാർ സ്റ്റോപ്പ് ചെയ്ത് അത് ആ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് നമസ്കരിക്കുന്നത്. മാഷാ അല്ലാ. ഇങ്ങനെ യാത്രയിലാണെങ്കിൽ പോലും നമ്മൾ ഒരു നിസ്കാരം പോലും ഒഴിവാക്കാൻ പാടില്ല. എല്ലാ നമസ്കാരവും കൃത്യമായിട്ട് നിസ്കരിക്കണം. ചില കുട്ടികൾ മാരേജിനോ വേറെ ഫങ്ഷനോ സ്കൂളിലോ ഒക്കെ പോയാൽ ചിലപ്പോൾ നിസ്കരിക്കാതിരിക്കും അല്ലേ. നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലേ. നമ്മളിനി എവിടെ പോയാലും ഒരു നമസ്കാരം പോലും ഒഴിവാക്കാതെ നമസ്കരിക്കണം കേട്ടോ. നമ്മൾ ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു, നമ്മൾ എന്തു ചെയ്യും? കളി കണ്ടിന്യൂ ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലേ. നമ്മൾ പോയി വേഗം നമസ്കരിക്കണം.
നമ്മൾ നമസ്കാരം ഒഴിവാക്കിയാൽ അള്ളാഹുവിൻ്റെ കമൻമെൻറ്റ്സ് ഒന്നും അനുസരിക്കാത്ത, അള്ളാഹു നമുക്ക് നൽകിയ ബ്ലെസ്സിങ്ങിനൊന്നും നന്ദി പറയാത്ത, നന്ദി കാണിക്കാത്ത ചീത്ത കുട്ടികളായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, ഒരു നമസ്കാരവും ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും 5 ടൈംസ് നിസ്കരിക്കുന്ന നല്ല സ്റ്റുഡൻസ് ആവില്ലേ? മാഷാ അല്ലാഹ്, എല്ലാവരും നല്ല കുട്ടികളാണ്. വെരി ഗുഡ്. എല്ലാവരും ഒരു നമസ്കാരം പോലും ഒഴിവാക്കാതെ കൃത്യമായിട്ട് നിസ്കരിക്കണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ് നിങ്ങൾക്ക് ഉള്ളത്. നമ്മൾ ഇന്ന് നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു അല്ലേ? മാഷാ അല്ലാഹ്, നിങ്ങളെല്ലാവരും 5 ടൈംസ് നമസ്കരിക്കുന്ന നല്ല കുട്ടികളാണെന്ന് സാറിന് അറിയാം. പക്ഷേ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ ഫ്രണ്ട് 5 ടൈംസ് ഒന്നും നിസ്കരിക്കാത്ത ഒരു സുഹൃത്താണ്. കൃത്യമായിട്ടൊന്നും നിസ്കരിക്കില്ല. അവന് ചില സമയങ്ങളിലൊക്കെ നമസ്കാരം സ്കിപ്പ് ചെയ്യും. ചില ദിവസങ്ങളിൽ സുബഹി അവൻ നമസ്കരിക്കില്ല. അവന് സ്കൂളിലെത്തിയാൽ നിസ്കരിക്കുന്നില്ല. അവന് മാരേജിന് പോയാലോ നിസ്കരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ നിസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവനെ ഗൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ നല്ല കുട്ടികളാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്രണ്ടിന് ഒരു ലെറ്റർ അയക്കണം. നിസ്കരിക്കാത്ത ആ ഫ്രണ്ടിന് നമ്മളൊരു ലെറ്റർ അയക്കലാണ് നമ്മുടെ ടാസ്ക്. എങ്ങനെയാണ് നമ്മളൊരു കത്ത് എഴുതേണ്ടത് നിങ്ങൾക്കറിയോ? സാറ് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ സലാം പറയണം അല്ലേ? പിന്നെ അവർക്ക് സുഖമാണോ എന്ന് ചോദിക്കണം. പിന്നെ എന്താ ചോദിക്കേണ്ടത്? സ്കൂളിലെ പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്ന് ചോദിക്കണം. പിന്നെ നമ്മൾ പറയേണ്ടത് നമുക്ക് അള്ളാഹു കുറേ ബ്ലെസ്സിങ് നൽകിയിട്ടുണ്ടെന്ന് പറയണം. അതുപോലെ ഈ ബ്ലെസ്സിങ്സിനൊക്കെ നമ്മൾ താങ്ക്സ് ചെയ്യാൻ വേണ്ടി നമസ്കരിക്കണമെന്നും നമസ്കാരം സ്കിപ്പ് ചെയ്യരുതെന്നും നമ്മുടെ ആ ഫ്രണ്ടിനോട് നമ്മൾ ലെറ്ററിലൂടെ പറയണം. പിന്നെയോ നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇല്ലേ? ആ കാര്യങ്ങളൊക്കെ ഒരു 3-4 പാരഗ്രാഫിൽ ചുരുക്കി നിങ്ങൾ എന്താക്കണം? ആ ലെറ്റർ നിങ്ങളുടെ സുഹൃത്തിന് ഡ്രാഫ്റ്റ് ചെയ്യണം കേട്ടോ. നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചില്ലേ? ആ പഠിച്ച പോയിൻറ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ സുഹൃത്തിന് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 1, 2, 3 ദിവസമൊക്കെ എടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ഉഷാറായിട്ട് എന്താക്കണം? ആ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് നിങ്ങളെ മെൻറ്റർക്ക് സെൻഡ് ചെയ്യണം. നിങ്ങളെ മെൻറ്റർക്ക് അത് അയച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ആ ലെറ്റർ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങളെ മെൻറ്റർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും ആ ലെറ്ററിൽ വരണം കേട്ടോ. നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചില്ലേ? നിസ്കാരം മിസ് ചെയ്യുകയാണെങ്കിൽ അമുസ്ലിം ആവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റിൽ അള്ളാഹു ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊരു ലെറ്റർ നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ഈ ടാസ്ക് ചെയ്യുക, നിങ്ങളുടെ മെൻറ്റർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഡെയിലി 5 ടൈംസ് നമസ്കരിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിൻ്റെ ബ്ലെസ്സിങ്സിനൊക്കെ നന്ദി കാണിക്കുന്ന നല്ല മക്കളായിട്ട് മാറാൻ അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.